السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. നമ്മുടെ മുമ്പിലിരിക്കുന്ന മൗലാന അവറുകൾ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ്. നമുക്കറിയാം, ദാറുൽ ഉലൂം ദേവബന്ദിലെ പ്രധാനപ്പെട്ട അധ്യാപകനും അവിടുത്തെ തഖസ്സുസ് ഫിൽ ഹദീസിലെ മേധാവിയും കൂടിയാണ്. മാത്രമല്ല, ഹദീസിൻ്റെയും ഉസൂൽ ഹദീസിൻ്റെയും രംഗത്ത് ധാരാളം മികവുറ്റ ഗ്രന്ഥങ്ങളുടെ രചയിതാവും കൂടിയാണ്. മൗലാനയുടെ കിതാബുകൾ ധാരാളമുണ്ട്. ചിലത് എണ്ണി പറയുകയാണ്. അതിലൊന്ന് ഈ അടുത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട അൽ അർഫു ദക്കി ഷർഹു ജാമിഅ തിർമിദി, ഏകദേശം 22-23 വാള്യങ്ങളുള്ള ബൃഹത്തായ ഗ്രന്ഥമാണ്. മുദരിസീങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന മഹത്തായ ഗ്രന്ഥമാണ് അൽ അർഫു ദക്കി ഷർഹു ജാമിഅ തിർമിദി. അതേപോലെ അൽ അർഫുൽ ഫയ്യാഹ് ഷർഹു മുഖദ്ദിമത്ത് ബിൻ സലാഹ്, മുഖദ്ദിമത്ത് സലാഹ് ഉസൂൽ ഹദീസിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അതിൽ മൗലാനയുടെ ഇഫാദാത്തുകൾ, മൗലാന ക്ലാസ്സിൽ അതിന് നൽകിയ വിശദീകരണങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. അതേപോലെ തഹ്ദീബുദ്ദുർരിൽ മുനല്ലദ്, മറ്റൊരു കിതാബ് മുഖദ്ദിമത്തുദ്ദുർരിൽ മുനല്ലദ്, മറ്റൊരു കിതാബ് ഷർഹുർ റിസാല. ഈ മുഖദ്ദിമത്തുദ്ദുർരിൽ മുനല്ലദ് എന്ന കിതാബ് മൗലാന രചിച്ചപ്പോൾ അത് ലോക പ്രശസ്തി നേടി. അതുമാത്രമല്ല, മൗലാനയുടെ മുഴുവൻ അറബി ഗ്രന്ഥങ്ങളും അറബ് ലോകത്തും ഇസ്ലാമിക ലോകത്തും വളരെയധികം ശ്രദ്ധയോടെ അതിനെ കൈകാര്യം ചെയ്യപ്പെടുന്നു. മൗലാന ഷെയ്ഖ് മുഹമ്മദ് അവ്വാമ, നമുക്കറിയാം, ആഗോള പണ്ഡിതനാണ്. മൗലാനയുടെ കിതാബ് വായിക്കുകയും അതിൽ അദ്ദേഹത്തിന് വന്ന സംശയങ്ങൾ മൗലാനക്ക് ഒരു കത്തിലൂടെ എഴുതുകയും ആ കത്തിന് മൗലാന മറുപടി എഴുതുകയും ചെയ്ത കിതാബാണ് ഷർഹുർ റിസാല. 700ഓളം പേജുകൾ അടങ്ങുന്ന ബൃഹത്തായ ഗ്രന്ഥമാണ്. അതേപോലെ നിരവധി കിതാബുകൾ ഫളായിലെ അമാലിന്റെ വിഷയത്തിൽ വന്ന വിമർശനങ്ങൾ, അതിന്റെ മറുപടികൾ മൗലാന തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ ഗൈർ മുഖല്ലിദിയത്ത് തദാറുഖു അസ്ബാബ്, ഗൈർ മുഖല്ലിദിയത്തിന്റെ കാരണങ്ങൾ എന്താണ്, ആ ഫിത്നയിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തൽ എങ്ങനെയാണ്, ഇങ്ങനെ ധാരാളം മികവുറ്റ ഗ്രന്ഥങ്ങൾ മൗലാന രചിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൗലാനയുടെ ഇൽമിലും ഖിദ്മത്തിലും ആയുസ്സിലും ആഫിയത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. أيها العلماء الأجلاء، الشخصية التي أمامنا شخصية غنية عن التعريف، وكلنا ممن استفادوا من هذا البحر العميق، وكلنا ممن تأثروا بأخلاقه وشمائله المتواضعة. ولا يسعني إلا أن أقول: نزلنا دوحه فحنى علينا حنو المرضعات على الفطيم، وأرشفنا على ظمأ زلالا ألذ من المدامة للنديم. ولا ندري كيف نعبر عن فرحنا وحبنا واحترامنا وتقديرنا تجاه حضرتك يا حضرة الشيخ، يا سماحة الشيخ. لا ندري كيف نعبر، ولا يسعني إلا أن أقول: القوم مذ فارقت شهرك أعين تأبى القرى، وجوارح تتململ يتتلعون إلى الفجاج، وحالهم حال الحبيب إذا تنحى المنزل. وندعو بغاية الاحترام والتقدير فضيلة الأستاذ مولانا عبد الله معروف القاسمي، حفظه الله ورعاه، ونفعنا الله بعلومه في الدارين، لإلقاء محاضرته القيمة. فليتفضل مشكورا. السلام عليكم.